ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1737. ഇന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി 276-ാമത്തെ ദിവസത്തിലെത്തി. ഒപ്പമുള്ള മനുഷ്യരില് കുറെ കൂടി പ്രതീക്ഷ വളർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുമേ. നല്ല സമീപനങ്ങളാണ്, കുറച്ചൊക്കെ പ്രോത്സാഹനത്തിന്റെ വാക്കുകളാണ്, പ്രചോദകമാകുന്ന ചില പ്രവൃത്തികളാണ്, ഒപ്പമുള്ളവരെ കുറെയെങ്കിലും ഒന്ന് ഉത്സാഹിപ്പിക്കാനായിട്ട്, ഉത്തേജിപ്പിക്കാനായിട്ട് പറ്റും. പറയാൻ കാര്യം വലിയ വ്യാകുലതയിൽ നിന്നാണ്. എന്തുമാത്രം നിർവികാരതയോടുകൂടിയാണ്, നിരാശയോടുകൂടിയാണ് നമ്മൾ ഒപ്പമുള്ള മനുഷ്യരെയൊക്കെ സമീപിക്കുന്നത്. കൈമാറുന്നതാവട്ടെ നിരുത്സാഹത്തിന്റെയും ഭയത്തിന്റെയും വാക്കുകളും ചെയ്തികളുമാണ്. നമ്മളിങ്ങനെ ഒപ്പമുള്ള മനുഷ്യർക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ അനേക പരിമിതികളും അതിർവരമ്പുകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. എന്റെ ദൈവമേ, ഒപ്പമുള്ള മനുഷ്യരെയൊക്കെ ഒന്ന് വളർത്താനായിട്ട് കുറെ കൂടി നമ്മൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഓരോ മനുഷ്യരെയും ഇങ്ങനെ അളന്നളന്ന് അളവില് കുറച്ച് കാണാനായിട്ട് നമുക്ക് എന്തൊരു ഉത്സാഹമാണ്. മറ്റൊരാളെ ഇങ്ങനെ വില കുറച്ച് കാണാനായിട്ട് നമുക്ക് എന്താണ് അവകാശം? ഓരോ മനുഷ്യരുടെയും ഉള്ളിലെ വിലമതിക്കാനാവാത്ത നിധി എന്താണെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയാതെ പോവുകയും നമ്മൾ കഴിവില്ലാത്തവരായി മാറുകയും ചെയ്യുക. അതൊന്ന് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഒപ്പമുള്ള മനുഷ്യരൊക്കെ വല്ലാതെ വിളർച്ച ബാധിച്ച ആളുകളായിട്ടും വളർച്ച തീരില്ലാത്തവരായിട്ടും മാറുന്നത്. വാക്കുകളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഉയരും, വളരും, നന്നാവും, നിനക്കതിന് കഴിയും, അങ്ങനെ കുറെ വാക്കുകളൊക്കെ കേട്ടു വളരാനായിട്ട് ഒപ്പമുള്ളവർക്ക് ഭാഗ്യമുണ്ടാവട്ടെ. അത്ഭുതകരമായ വളർച്ചയുണ്ടാവും അവർക്കിടയിൽ. ഇത്രയും മതി കേട്ടോ, കൂടുതലായാൽ അപകടമാകും. ഇതിന്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ പ്രതീക്ഷാരഹിതമായ വാക്കുകളാണോ കൈമാറുന്നത്? ഒപ്പം സഞ്ചരിക്കുന്നവർക്ക് ഒരു ആവേശവും താല്പര്യവും ഉത്സാഹവും ഉണ്ടാവില്ല. അവർ മിനിമത്തില് അവരുടെ യാത്ര അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. വളർത്തുന്നവർക്ക് അമിത പ്രതീക്ഷകളൊന്നും വേണ്ട, പക്ഷെ അതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഓർക്കണം, അവിശ്വാസം ഉണ്ടാകരുത്. അങ്ങനെ വേണം മക്കളെ വളർത്താനായിട്ട്, ഒപ്പമുള്ള സഹപ്രവർത്തകരോട് ഇടപഴകാനായിട്ട്. എല്ലാവരോടും അങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ് ക്രിസ്തുയേശു. സുവിശേഷം ഒന്ന് കാര്യമായിട്ട് വായിച്ചു പോകണം. ക്രിസ്തുയേശുവിന്റെ സമീപനങ്ങളും മനോഭാവങ്ങളും അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആമേൻ.